ഓക്കെ അച്ഛാ. അപ്പം അച്ഛനൊരു ഫ്രൂട്ട് ആലോചിക്കണം, ഞാനൊരു ഫ്രൂട്ട് ആലോചിക്കാം. അപ്പം ഞാൻ അച്ഛൻ്റെ ഫ്രൂട്ട് കണ്ടെത്താൻ നോക്കും, അച്ഛൻ്റെ ഫ്രൂട്ട് കണ്ടെത്താൻ നോക്കും. 5 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈച്ച്. അപ്പം അതിൻ്റെ ഉള്ളിൽ കണ്ടെത്താൻ പറ്റുമെങ്കിൽ നമുക്ക് മാക്സിമം നോക്കാം. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു 2-3 കൂട്ടാട്ടാ ക്വസ്റ്റ്യൻസ് തുടങ്ങാം. അപ്പം ഞാൻ അച്ഛൻ ആലോചിച്ചോ? അപ്പം ഞാനും ആലോചിച്ചു. ഞാൻ ചോദിക്കാം, അച്ഛൻ്റെ ഫ്രൂട്ടിന് എന്താ കുറേ റെഡ് കളറാണോ? റെഡ് അല്ല, അത് ഗ്രീനാണ്. ഗ്രീൻ കളറാണ്. ഓക്കെ, എന്നോട് ചോദിച്ചോളൂ. നിന്റെ ഫ്രൂട്ടിൻ്റെ കളർ എന്താ? എൻ്റെ ഫ്രൂട്ടിൻ്റെ കളർ റെഡാണ്. വീണ്ടും റെഡ് തന്നെയാ. ഓക്കെ, അച്ഛൻ്റെ ഗ്രീന് എൻ്റെ റെഡ് കേട്ടോ. അച്ഛൻ്റെ ഫ്രൂട്ടിൽ കുറേ അധികം ലെറ്റേഴ്സ് ഉണ്ടോ? 5 ഉള്ളുണ്ടാവും. അച്ഛൻ ചോദിച്ചോളൂ. പിന്നെ നിന്റെ ഇതിൽ എത്ര ലെറ്റർ ഉണ്ട്? എൻ്റെ 5 കൂടുതലുണ്ട്. അത്യാവശ്യം നല്ല ലെറ്റേഴ്സ് ഉണ്ട്. അത്യാവശ്യം നല്ല റെഡ് കളറാണ് അല്ലേ? റെഡ് കളർ. അതിന് അച്ഛൻ ചോദിക്കും, അച്ഛൻ്റെ സ്വീറ്റ് ആൻഡ് സോർ ആണോ അതോ സ്വീറ്റ് മാത്രമുള്ള ഫ്രൂട്ടാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടേസ്റ്റ് ഉണ്ടെങ്കിൽ? വലിയ ഫ്രൂട്ടാണ്. വലിയ ഫ്രൂട്ടാണ്. അതിന് മധുരം മാത്രമാണ്. പുളി ഉണ്ടോ? അതിൻ്റെ ടേസ്റ്റ് ചെറിയൊരു ഇതുണ്ടല്ലേ. വലിയ സൈസ് എങ്ങനെയാ? ചെറിയ സൈസ്, കയ്യിൽ സുഖമായിട്ട് പിടിക്കാം. കയ്യിൽ പിടിക്കാവുന്ന റെഡ് നിറത്തിലുള്ള ഇതാണ് ഫ്രൂട്ടാണ് അല്ലേ? അച്ഛൻ്റെ ഫ്രൂട്ടിൻ്റെ ഉൾഭാഗവും പുറത്ത് ഭാഗം ഗ്രീൻ, ഉൾഭാഗം റെഡ്, അങ്ങനെയാണോ? ഉൾഭാഗം യെല്ലോ ആണ്. ഉൾഭാഗം യെല്ലോ ആണ്. പപ്പായ അല്ല. അച്ഛൻ ചോദിച്ചോളൂ. നിൻ്റെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? റെഡാണ്, ചെറുതാണ്. പിന്നെ പുളി മധുരമുണ്ട്. പുളി നല്ലപോലെ ഉണ്ടാവും. റെഡാണ്. ഇനി എന്താണ് നമ്മുടെ വീട്ടിൽ നമ്മൾ കഴിക്കുന്ന വല്ല ഫ്രൂട്ട്, നമ്മൾ കഴിച്ചിട്ടുള്ള ഫ്രൂട്ടാണ് അച്ഛൻ്റെ? അതല്ല, അത് അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തൊരു ഫ്രൂട്ടാണ്. ജാക്ക് ഫ്രൂട്ട്. ശരി. ഓക്കെ, അച്ഛൻ എന്തെങ്കിലും ഗസ് ഉണ്ടോ? എൻ്റെ സ്ട്രോബെറി. ഓക്കെ, അപ്പോൾ താങ്ക് യു.